നമസ്കാരം. ഭൂമിക്കപ്പുറം മറ്റൊരു ലോകത്ത് മനുഷ്യൻ ആവാസം ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം സ്വപ്നം കാണുന്നുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും ശാസ്ത്ര സാഹിത്യ ഭാവനകളല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി മനുഷ്യർ തുടർച്ചയായി വസിക്കുന്നത് ബഹിരാകാശത്ത് ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്നതിന് തെളിവാണ്. എന്നാൽ ഭൂമിക്ക് പുറത്തുള്ള ഒരു സ്ഥിരമായ മനുഷ്യവാസം സാധ്യമാകണമെങ്കിൽ അവിടെ മനുഷ്യവംശത്തിൻ്റെ തുടർച്ച അല്ലെങ്കിൽ പ്രത്യുൽപാദനം എങ്ങനെ സംഭവിക്കുമെന്നത് അതീവ ഗൗരവകരമായ ഒരു ചോദ്യമാണ്. കമ്മ്യൂണിക്കേഷൻസ് ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയും വികിരണങ്ങളും മനുഷ്യൻ്റെ പ്രത്യുൽപാദന ശേഷിയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്നു. ബഹിരാകാശത്തെ ഭാരമില്ലായ്മ അഥവാ മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്തിൽ ജീവിച്ചു ശീലിച്ച നമ്മുടെ പേശികൾക്കും അസ്ഥികൾക്കും ബഹിരാകാശത്ത് ബലക്ഷയം സംഭവിക്കാറുണ്ട്. ഇത് പരിഹരിക്കാൻ കൃത്യമായ വ്യായാമ മുറകൾ ബഹിരാകാശ സഞ്ചാരികൾ പിന്തുടരുന്നുണ്ട് എങ്കിലും കോശതലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പുതിയ പഠനമനുസരിച്ച് 0 ഗുരുത്വാകർഷണാവസ്ഥയിൽ പുരുഷ ബീജങ്ങൾക്ക് അവയുടെ ദിശാബോധം നഷ്ടപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീ ശരീരത്തിലെ പ്രത്യുൽപാദന വ്യവസ്ഥകൾക്ക് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചു നടത്തിയ പരീക്ഷണങ്ങളിൽ ബീജങ്ങൾക്ക് അണ്ടത്തിലേക്ക് എത്താനുള്ള ദിശ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതായി ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു. ഇത് ബീജസങ്കലന നിരക്കിൽ 30% വരെ കുറവുണ്ടാക്കാൻ കാരണമാകുന്നു. ഗുരുത്വാകർഷണ കുറവ് മാത്രമല്ല, ബഹിരാകാശത്തെ വികിരണങ്ങളും വലിയൊരു വെല്ലുവിളിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സംരക്ഷണമില്ലാത്ത ബഹിരാകാശത്ത് വികിരണങ്ങൾ മനുഷ്യൻ്റെ DNA ഘടനയെ തകർക്കാനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കും കാരണമായേക്കും. ഇത് പ്രത്യുൽപാദന കോശങ്ങളുടെ ഗുണനിലവാരത്തെയും ഹോർമോൺ സന്തുലിതാവസ്ഥയും ദോഷകരമായി ബാധിക്കും. ബഹിരാകാശ സാഹചര്യങ്ങളിൽ ഹോർമോൺ നിയന്ത്രണത്തിൽ വരുന്ന മാറ്റങ്ങൾ ബീജങ്ങളുടെയും അണ്ടങ്ങളുടെയും ഉൽപ്പാദനത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല ദൗത്യങ്ങൾ കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് അനിവാര്യതയായി മാറുന്ന സാഹചര്യത്തിൽ മനുഷ്യന് അവിടെ വംശവർദ്ധനവ് സാധ്യമാണോ എന്ന് മനസ്സിലാക്കുന്നത് അതീവ പ്രധാനമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ അഡ്ലൈഡ് സർവകലാശാലയിലെ നിക്കോൾ മക്ഫെർസൺ അഭിപ്രായപ്പെടുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രത്യക്ഷ നൽകുന്ന ചില കണ്ടെത്തലുകൾ പഠനത്തിലുണ്ട്. അണ്ടകോശങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ബീജങ്ങൾക്ക് കൃത്യമായി ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ സിഗ്നലായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഒരു നാവിഗേഷൻ സംവിധാനമാണിത്. ബീജങ്ങളുടെ ഉപരിതലത്തിലുള്ള റിസപ്റ്ററുകൾ ഈ ഹോർമോൺ സിഗ്നലുകൾ തിരിച്ചറിയുകയും അണ്ടത്തിന് അടുത്തേക്ക് നീങ്ങാൻ അവയെ സഹായിക്കുകയും ചെയ്യുന്നു. മൈക്രോഗ്രാവിറ്റിയിൽ ദിശ തെറ്റിപ്പോകുന്ന ബീജങ്ങളെ പ്രൊജസ്ട്രോണിൻ്റെ സാന്നിധ്യം ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് എങ്കിലും ബഹിരാകാശത്തെ വന്ധ്യതാ പ്രശ്നങ്ങൾക്കുള്ള ലളിതമായ പരിഹാരമായി ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ബഹിരാകാശത്തെ മനുഷ്യവാസം എന്നത് സാങ്കേതിക വിദ്യയുടെ മാത്രം വിജയമല്ല, മറിച്ച് ജീവശാസ്ത്രപരമായ പരിമിതികളെ കൂടി മറികടക്കേണ്ട ഒന്നാണ്. വരും വർഷങ്ങളിൽ ചന്ദ്രനിലും ചൊവ്വയിലും നിർമ്മിക്കപ്പെടുന്ന അടച്ചുറപ്പുള്ള ആവാസ വ്യവസ്ഥകൾ വികിരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകിയേക്കാം. എങ്കിലും ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് വംശവർദ്ധനവിനെ എങ്ങനെ ബാധിക്കുമെന്നത് ശാസ്ത്രലോകത്തിന് മുന്നിലെ വലിയൊരു സമസ്യയായി തുടരുന്നു. തുടർച്ചയായ ഗവേഷണത്തിലൂടെ മാത്രമേ ഭൂമിക്ക് പുറത്ത് മനുഷ്യവംശത്തിൻ്റെ അതിജീവനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ TV.